ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഐറ്റം അത്ര സ്പെഷ്യലൊന്നുമല്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം തന്നെ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ പൊടികളൊക്കെ ഒന്ന് ചിക്കനിലൊന്ന് പിടിക്കാനായിട്ട് നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ട സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. സവാള ചെറുതായതുകൊണ്ട് ഒരു 7 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി തയ്യാറാക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ആ ചിക്കൻ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് ആ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് മൂപ്പിച്ച് നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ എടുക്കുന്നത് പോലെയല്ല, ഒരു പാകത്തിനുള്ള വേവാകുന്നത് വരെ മാത്രം നമ്മൾ ആ എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഒന്ന് വെന്ത ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ 2 സൈഡും മാറി മാറി നമുക്കൊന്ന് പൊരിച്ചെടുത്ത ശേഷം നമുക്കത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ ചിക്കൻ പീസസും ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവൻ ചിക്കനും വറുത്തെടുത്ത ശേഷമാണ് നമ്മൾ കറി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ദേ മുഴുവനായും നമ്മൾ വറുത്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ സവാളയും പച്ചമുളകുമാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അത് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടുവേ. ഇനി അത് എണ്ണയിലിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ആ ചിക്കൻ വറുത്ത ആ ഒരു എണ്ണയിൽ തന്നെ ഈ ഒരു സവാള വഴറ്റുന്നത് കൊണ്ട് നമ്മുടെ കറിക്ക് നല്ല രുചിയായിരിക്കും കേട്ടോ. ഇതേ സമയം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതോടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പോൾ ഇതേ സവാളയൊക്കെ നല്ലപോലെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇപ്പോൾ ഇതേ പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സവാളയിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് പതിയെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. ആ ഒരു സവാളയുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ആ ഒരു ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇറച്ചി വേകാനായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ എടുക്കാനായിട്ട് നോക്കണേ. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ആ ഒരു ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടിയേല കേട്ടോ. അപ്പോൾ ഇറച്ചി വേകാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ആ ഒരു സവാളയിൽ ഇട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാവേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് മുകളിൽ തൂകിയ ശേഷമാണ് നമ്മൾ മൂടി വെച്ച് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വെക്കാവേ. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം തന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ കറി നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാലേ നമ്മുടെ ആ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുള്ളേ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു 10-15 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മൾ ഇറച്ചി വെന്തോന്നും കൂടെ ഒന്ന് നോക്കണേ.
ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് നേരെയിട്ട് നമുക്ക് വേവിക്കണമെന്നില്ല കേട്ടോ. ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു പോകും. ഇപ്പോൾ ഇതേ കറക്റ്റായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ നമ്മുടെ ആ ഒരു ചിക്കൻ കറിയിലൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇപ്പോൾ ദേ നമ്മുടെ ചിക്കൻ കറി നല്ലതുപോലെ ഒന്ന് കുറുകി നല്ലപോലെ വറ്റി ആ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വീട്ടിൽ പെട്ടെന്നൊക്കെ ഒരു വിരുന്നുകാർ വരുമ്പോഴേക്കും വെക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ ചിക്കൻ കറി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.